ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ അവന്തികയ്ക്കെതിരെ കേസ് വാദിച്ച് വിജയിക്കുമെന്ന ഉറപ്പോടുകൂടി സച്ചി കോടതിയിൽ എത്തിച്ചേരുന്നു. അതിനു മുൻപേ തന്നെ അവിടെ എത്തിയ അവന്തികയും മൂർത്തിയും വക്കീലിന്റെ കയ്യിൽ ഏൽപ്പിച്ച ആ ഡോക്യുമെന്റ്സിന്റെ ധൈര്യത്തിൽ ഇത്തവണ സച്ചിയെയും കുടുംബത്തെയും തനിക്ക് തറ പറ്റിക്കാനാകുമെന്നും ഇന്നത്തോടെ സച്ചിയുടെയും കുടുംബത്തിന്റെയും പ്രതീക്ഷകൾ അസ്തമിക്കാൻ പോവുകയാണെന്നും ഭാഗ്യം തനിക്കൊപ്പമാണെന്നും എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അഹങ്കാരത്തോടു കൂടി അവന്തിക കോടതിയിലേക്ക് കയറുമ്പോൾ മുന്നിലേക്ക് വന്നു നിൽക്കുന്ന സച്ചിയെയും ആരതിയെയും മനസ്സിൽ വെല്ലുവിളിക്കുകയായിരുന്നു അവന്തിക. ഇന്നത്തോടെ നിന്റെ വാദങ്ങളൊക്കെ അവസാനിക്കുമെന്നും നിന്റെ കക്ഷിയെ വിജയിപ്പിക്കാനുള്ള നീക്കങ്ങളിൽ ആരതി നിന്റെ കരിയറിൽ തന്നെ നീ തോൽക്കാൻ പോകുന്ന ആദ്യത്തെ കേസ് ഇതായിരിക്കുമെന്നും ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവ് നിനക്കോ നിന്റെ കക്ഷിക്കോ ഉണ്ടാവുകയില്ലെന്നും ഇതോടുകൂടി എന്നേക്കുമായി ഈ നാട് പോലും ഇവനും ഇവന്റെ കുടുംബത്തിനും വിടേണ്ടി വരുമെന്നുമൊക്കെ അവന്തിക മനസ്സിൽ അഹങ്കാരത്തോടു കൂടി ചിന്തിക്കുമ്പോൾ അതേ സമയത്ത് സന്ദീപിനെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചിരിക്കുകയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാത്ത ഒരു നിരാശയും അവന്തികയുടെ മനസ്സിലുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വക്കീലിനോട് അവന്തിക അന്വേഷിച്ചു. ഇന്നൊരു പക്ഷേ സന്ദീപ് നമുക്ക് അനുകൂലമായി മൊഴി നൽകാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ കേസിനെ ബാധിക്കുമോ എന്ന അവന്തികയുടെ ചോദ്യത്തിന് വക്കീൽ നൽകിയ മറുപടി തന്റെ കയ്യിലിരിക്കുന്ന ഈ ഡോക്യുമെന്റ്സ് മാത്രം മതിയെന്നും ശശിയെയും കുടുംബത്തെയും തറ പറ്റിക്കാൻ ഈ ഡോക്യുമെന്റ്സ് മാത്രം കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയാൽ മതിയെന്നും സച്ചിയുടെ വക്കീല് ഉന്നയിക്കുന്ന ഏത് വാദങ്ങളെയും തോൽപ്പിക്കാൻ നമ്മുടെ പക്കലുള്ള ഈ ഡോക്യുമെന്റ്സ് മാത്രം മതി എന്ന ആത്മവിശ്വാസത്തോടു കൂടിയായിരുന്നു അവന്തികയുടെ വക്കീൽ കോടതി മുറിയിലേക്ക് കയറിയത്. അവന്തികയും മൂർത്തിയും അഹങ്കാരത്തോടു കൂടി ഇന്നത്തെ കേസ് തനിക്ക് അനുകൂലമാണെന്ന് മനസ്സിൽ അടിവരയിട്ട് ഉറപ്പിച്ചുകൊണ്ട് അവർ കോടതി മുറിയിലേക്ക് കയറിയിരുന്നു. അപ്പോഴാണ് ആരതിയും ശശിയും ഇന്നത്തെ കേസിന്റെ യഥാർത്ഥ ചിത്രം എന്താണ് എന്ന് മനസ്സിൽ കൃത്യമായി ഓർത്തു വെച്ചുകൊണ്ട് ഇന്ന് കോടതിയിൽ ആർക്ക് അനുകൂലമായാണ് വിധി വരാൻ പോകുന്നതെന്ന് തീർച്ചയായിട്ടും അത് സച്ചിക്ക് അനുകൂലമായി തന്നെ ആയിരിക്കുമെന്നും അവർ ഓർത്തുകൊണ്ട് അതിനെ തന്നെ ആ ഒരു വിശ്വാസത്തോടെയായിരുന്നു ആരതിയും ശശിയും കോടതിയിലേക്ക് കയറിയിരുന്നത്. ഇതിനിടയിൽ അവിടെ എത്തിച്ചേർന്ന അർച്ചന മറ്റുള്ളവരുടെ കണ്ണുവെട്ടിച്ച് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന കേസ് തനിക്ക് നേരിട്ട് കേൾക്കണമെന്ന ആ വാദങ്ങൾ നേരിട്ട് കേൾക്കണമെന്ന ആഗ്രഹമായിരുന്നു അർച്ചനയുടെ മനസ്സിലാകെ. ഗോകുൽ മറ്റൊരു കേസിന്റെ ഭാഗമായി പോകാൻ ഒരുങ്ങുമ്പോൾ രാജീവ് ഗോകുലിനോട് ഇന്നേ ദിവസം കോടതി മുറിയിൽ സച്ചിയുടെയും അവന്തികയുടെയും വക്കീലന്മാർ തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുമല്ലോ എന്നും സച്ചിയുടെ കേസിന്റെ അവസാന വിധി ഇന്നല്ലേ നടക്കുകയെന്നും ഗോകുലളിയൻ നൽകിയ അഡ്വക്കേറ്റ് കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇന്ന് യഥാർത്ഥത്തിൽ വിധി വരാൻ പോകുന്നത് എന്നുള്ള രാജീവിന്റെ ചോദ്യങ്ങളൊക്കെ ഗോകുലിന് നേരെ ഉണ്ടായപ്പോഴാണ് അർച്ചന തനിക്ക് കൂടി കോടതിയിൽ അതെല്ലാം കൃത്യമായി ലൈവായി കാണണമെന്നുള്ളൊരാഗ്രഹം അർച്ചന മനസ്സിലേക്ക് എത്തിയത്. ഗോകുൽ ഓഫീസിലേക്ക് പോകാനായി കാത്തിരുന്ന ആ നിമിഷത്തിൽ തന്നെ അർച്ചന ശോഭയുടെ അനുവാദം വാങ്ങി മറ്റു ചില ആവശ്യങ്ങൾ പറഞ്ഞ് അവിടെ നിന്ന് പുറപ്പെട്ടത്. ഈ സമയത്ത് കോടതിയിലേക്ക് എത്തിച്ചേർന്ന സച്ചിയുടെ മനസ്സിൽ വല്ലാത്ത ടെൻഷനായിരുന്നു. എന്തായിരിക്കാം യഥാർത്ഥത്തിൽ സന്ദീപിന് സംഭവിച്ചിട്ടുണ്ടാവുക? ഇനി ഒരു പക്ഷേ സന്ദീപിനെ മനഃപൂർവ്വം അവന്തികയും മൂർത്തിയും മാറ്റി നിർത്തിയതിനു ശേഷം നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു പ്രതീക്ഷ നൽകാൻ ഒരു പക്ഷേ സന്ദീപിന് എന്തോ ആപത്ത് സംഭവിച്ചു എന്ന രീതിയിൽ എല്ലാവരെയും ഒന്ന് ആശങ്കയിലാഴ്ത്താനായിട്ടുള്ള ശ്രമമായിരിക്കുമോ ഇതെന്നും പെട്ടെന്ന് സന്ദീപിനെ കോടതിയിലെ സാക്ഷിക്കൂട്ടിലേക്ക് കൊണ്ടുവന്ന് നിർത്തി മൊഴി നൽകി അവർക്ക് കേസ് അനുകൂലമാക്കി എടുക്കാനുള്ള നീക്കങ്ങളായിരിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ആ സമയത്ത് ആരതിയുടെയും സച്ചിയുടെയും മനസ്സിലൂടെ കടന്നുപോയിരുന്നു. ഇനി ഏത് രീതിയിലും സന്ദീപ് കോടതിയിൽ എത്തിച്ചേർന്നാൽ പോലും ഇനി അവന്തികയ്ക്ക് അനുകൂലമായിട്ടുള്ള മൊഴിയാണ് സന്ദീപ് നൽകുന്നതെങ്കിലും സന്ദീപിനെ അവിടെ ഏത് രീതിയിൽ ക്രോസ് ചെയ്യണമെന്നതിനുള്ള എല്ലാ നീക്കങ്ങളും എല്ലാ പോയിന്റ്സും മനഃപ്പാടമാക്കി കരസ്ഥമാക്കിയാണ് അതിനുവേണ്ട കൃത്യമായിട്ടുള്ള ആയുധങ്ങൾ കയ്യിൽ ഒളിപ്പിച്ചുകൊണ്ടായിരുന്നു ആരതി കോടതിയിലേക്ക് വന്നു നിന്നത്. താൻ അണിഞ്ഞിരിക്കുന്ന കോട്ടിനേക്കാൾ ഉപരി താൻ വാദിക്കുന്ന കേസുകളിൽ ന്യായം ആരുടെ പക്ഷത്താണോ അവർക്ക് നീതി കിട്ടുക എന്ന ഒരേ ലക്ഷ്യത്തോടുകൂടി ആരതി തന്റെ കരിയറിൽ ഇന്നേ വരെ താൻ വാദിച്ചിട്ടുള്ള എല്ലാ കേസിന്റെയും അനുഭവ സമ്പത്തും പരിചയവും ഉറപ്പിച്ചുകൊണ്ട് അതെല്ലാം നേട്ടമായി കരുതി തനിക്ക് അതെല്ലാം ഈ കേസിനെ വിജയിക്കുന്നതിന് വേണ്ട ആയുധങ്ങളായി മനസ്സിൽ കരുതിക്കൊണ്ട് ആരതിയും അവന്തികയുടെ വക്കീലും ഏറ്റുമുട്ടാനായി തയ്യാറായി. കോടതിയിലേക്ക് ജഡ്ജി വന്നിരുന്നതിന് ശേഷം കേസിന്റെ വാദമുഖങ്ങൾ തുടങ്ങിക്കൊള്ളാനായി അറിയിച്ചതും ആദ്യം തന്നെ അവന്തികയെ
അവന്തികയ്ക്കെതിരായ സച്ചി കേസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇവിടെ ഇപ്പോൾ കേസ് മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വാദിഭാഗവും പ്രതിഭാഗവും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾക്കായി കാത്തു നിൽക്കുമ്പോൾ വാദിഭാഗത്തിന്റെ വക്കീലായ ആരതി അവന്തികയെ ചോദ്യം ചെയ്യുവാനായി സാക്ഷിക്കൂട്ടിലേക്ക് വിളിപ്പിക്കുന്നു. അവന്തിക വന്നതും സത്യപ്രസ്താവനയെല്ലാം നടത്തി കഴിയുമ്പോഴേക്കും അവന്തികയോട് കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആരതി ചോദിച്ചു, ഇങ്ങനെ ഒരു തൻ്റെ സ്വത്തുക്കൾ മുഴുവൻ, അതും 4 മക്കളുള്ള നെല്ലിശ്ശേരി സേതുമാധവൻ തൻ്റെ സ്വത്തുക്കളുടെ മുഴുവൻ അവകാശവും അവന്തികയുടെ പേരിലേക്ക് എഴുതി തരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് എന്ന് ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നറിയിച്ചു. അപ്പോഴാണ് അവന്തിക പറഞ്ഞത്, അച്ഛൻ ഏറ്റവും പ്രിയപ്പെട്ട മരുമകൾ താനായിരുന്നുവെന്നും അച്ഛൻ്റെ മരണം വരെ ആ സ്നേഹവും അച്ഛൻ എന്നോടുണ്ടായിരുന്നുവെന്നും അതുകൊണ്ടാണ് 4 മക്കളുണ്ടായിട്ടും അവരോട് ആരോടുമില്ലാത്ത സ്നേഹം അച്ഛൻ എന്നോട് കാണിച്ചത്. അതിൻ്റെ പേരിലാണ് ഈ സ്വത്തുക്കൾ മുഴുവൻ എൻ്റെ പേരിൽ എഴുതി വെച്ചത് എന്ന് അവന്തിക അറിയിച്ചു. ഇതെല്ലാം കേട്ട് നിന്ന ആരതി ചോദിച്ചു, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഏത് രീതിയിലാണ് വിശ്വസിപ്പിക്കാൻ കഴിയുന്നത്? കാരണം സേതുമാധവൻ മരിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മരുമകൾ എന്ന് പറഞ്ഞിരുന്നത് അത് സച്ചിയുടെ ഭാര്യയായ അർച്ചനയായിരുന്നില്ലേ എന്ന് ആരതിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ആകെ കുഴഞ്ഞു നിൽക്കുകയാണ് അവന്തിക. അതിനുശേഷം ആരതി പിന്നീട് മുന്നിലേക്ക് വെച്ച അടുത്ത എവിഡൻസ് അന്ന് സച്ചിയും അർച്ചനയും കൂടി ദത്തെടുത്ത ഇന്ദുട്ടിയുടെ പേരിലുള്ള സ്വത്തുവകകളെ കുറിച്ചായിരുന്നു. അന്ന് അവന്തികയുടെ പേരിലേക്ക് സ്വത്തുക്കൾ എഴുതി നൽകുന്നതിന് മുൻപേ തന്നെ ഇന്ദുവിന്റെ പേരിൽ ഒരു ഭാഗം സ്വത്ത് നേരത്തെ തന്നെ അദ്ദേഹം എഴുതി വെച്ചിരുന്നു. അദ്ദേഹം അത് കൃത്യമായി തന്നെ അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ആ രീതിയിൽ അങ്ങനെ ഒരു വില്ല് ഇവിടെ നിലനിൽക്കുമ്പോൾ മൈനറായിട്ടുള്ള ഇന്ദുട്ടിയുടെ പേരിലേക്ക് സ്വത്തുക്കൾ നേരത്തെ തന്നെ അദ്ദേഹം എഴുതി വെച്ചിരുന്ന ഈ ഒരു സ്ഥാനത്ത് ആ സ്വത്തുക്കൾ കൂടി നിങ്ങൾക്ക് സ്വന്തമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും നാളും ഈ നെല്ലിശ്ശേരി സേതുമാധവന്റെ സ്വത്തുക്കൾ ഒരു ഭാഗമായ ഇന്ദുട്ടിയുടെ പേരിലുണ്ടായിരുന്ന സ്വത്ത് കൈവശം വെക്കാനുള്ള എന്ത് അധികാരമാണ് നിങ്ങൾക്കുള്ളതെന്ന ചോദ്യത്തിന് കൃത്യമായി ക്രോസ് ചെയ്യാൻ കഴിയാതെ അവന്തികയുടെ വക്കീൽ കുഴിഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവന്തികയുടെ പക്കലുള്ള ആ എവിഡൻസുകൾ, കൃത്യമായ ഡോക്യുമെന്റുകൾ അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാനായി കോടതി ആവശ്യപ്പെട്ടത്. വക്കീല് അത് അതേപടി അവന്തികയുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത സേതുമാധവന്റെ ഒപ്പ്, സത്യസന്ധമായിട്ടുള്ള ആ ഒപ്പ് നിലനിർത്തിക്കൊണ്ട് ആ ഡോക്യുമെന്റ് നേരെ കോടതിക്ക് മുന്നിൽ തെളിവായി എത്തിച്ചതും അത് കണ്ടതോടെ കോടതി അവന്തികയുടെ പേരിലേക്ക് സേതുമാധവൻ ശരിക്കും നേരിട്ട് തന്നെ എഴുതി കൊടുത്ത സ്വത്തുവകകളാണല്ലോ ഇതെല്ലാം എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ അവന്തിക ഇങ്ങനെയൊരു കണക്കുകൂട്ടലുകൾ നടത്തിയാണ് ഈ കോടതിയിലേക്ക് വന്നതെന്ന് മനസ്സിലാക്കിയ ആരതി അതിനെ കൃത്യമായി തന്നെ തോൽപ്പിക്കത്തക്ക രീതിയിൽ മറ്റു ചില എവിഡൻസുകൾ ആരതി അവന്തികയ്ക്കെതിരെ കളക്ട് ചെയ്തിരുന്നു. ആ എവിഡൻസ് കൃത്യമായിട്ട് തന്നെ അദ്ദേഹം സേതുമാധവന്റെ കയ്യിലുണ്ടായിരുന്ന ഒറിജിനൽ ഡോക്യുമെന്റ്സ്, സേതുമാധവന്റെ പേരിൽ ഈ സ്വത്തുവകകളെല്ലാം നിലനിൽക്കുന്നു എന്നതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സ്, അതിന്റെ കൃത്യമായിട്ടുള്ള പകർപ്പുകൾ ആരതിയും കോടതിക്ക് മുന്നിൽ ഹാജരാക്കി. ഇതാണ് യഥാർത്ഥത്തിൽ സേതുമാധവന്റെ പേരിലുണ്ടായിരുന്ന യഥാർത്ഥ സ്വത്തുവകകളെന്നും അത് അവന്തിക തന്റെ പേരിലേക്ക് കള്ള രജിസ്റ്റർ നടത്തുന്നത് വരെ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയായിരുന്നു അതെന്നും അതിനുശേഷവും അതിൽ നിന്ന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നും ഒറിജിനൽ ഡോക്യുമെന്റ്സ് അദ്ദേഹത്തിന്റെ പക്കൽ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം ആരതി വെളിപ്പെടുത്തുന്നു. അങ്ങനെ അവന്തിക നടത്തിയ ആ കൊടും ചതിയുടെ യഥാർത്ഥ ചിത്രം കോടതിക്ക് മുന്നിൽ അഡ്വക്കേറ്റ് കമ്മീഷന്റെ റിപ്പോർട്ടിലൂടെയും ആരതിയുടെ തെളിവ് നിരത്തിയുള്ള വാദങ്ങളിലൂടെയും കോടതിക്ക് ബോധ്യപ്പെട്ടു. ഇതേസമയം അവിടെ നടക്കുന്ന വാദപ്രതിവാദങ്ങൾ നേരിട്ട് കാണുന്നതിന് വേണ്ടി അർച്ചന നേരത്തെ തന്നെ പർദ്ദയണിഞ്ഞുകൊണ്ട് ഇതിനു മുൻപ് സച്ചിയെയും കുടുംബത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി പണവുമായി അവർക്ക് മുന്നിലെത്തിയ അതേ വേഷത്തിൽ പർദ്ദയണിഞ്ഞ് ആ കോടതിയിൽ അവിടുത്തെ വാദങ്ങൾ, അന്നത്തെ കേസ് വാദങ്ങൾ, വിസ്താരങ്ങൾ കേൾക്കാനായി എത്തിയ അവന്തിക സച്ചിക്ക് തൊട്ടു പിന്നിലെ ബെഞ്ചിലിരിക്കുകയായിരുന്നു. എല്ലാം അവസാനിച്ചതിന് ശേഷം അവന്തികയാണ് തെറ്റുകാരി എന്ന സത്യം കോടതിക്ക് ബോധ്യപ്പെട്ട് അവന്തികയ്ക്ക് ശിക്ഷ വിധിക്കുന്ന ആ സാഹചര്യത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ഇത്രയും നാളും അവന്തിക കൈവശം വെച്ചുകൊണ്ടിരുന്ന സർവ്വ സ്വത്തുക്കളും നെല്ലിശ്ശേരി സേതുമാധവന്റെ അധികാരത്തിലും സേതുമാധവന്റെ പേരിലും ഉണ്ടായിരുന്ന സർവ്വ സ്വത്തുക്കളും അവന്തിക അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ് പുതിയതായി നാമകരണം ചെയ്യപ്പെട്ട ആ കമ്പനി പോലും അത് അവന്തികയുടെ സ്വന്തമല്ല എന്നും ചതിയിലൂടെ അതെല്ലാം വെട്ടിയെടുത്തതാണെന്നും ചതിയിലൂടെ കൈവശപ്പെടുത്തിയ ഇവയെല്ലാം തന്നെ തിരിച്ച് യഥാർത്ഥ അവകാശികളായ
സേതുമാധവന്റെ മക്കൾക്ക് തിരികെ നൽകണമെന്ന് കോടതി വിധിക്കുന്നു. അത് കേട്ടതോടെ അർച്ചനയുടെ കണ്ണുകൾ നിറയുകയും തന്റെ ആ ലക്ഷ്യം ഇത്രയും നാൾ ഈ 10 വർഷക്കാലം ഓർമ്മകൾ നശിച്ച് മറ്റൊരു കുടുംബത്തിൽ മറ്റൊരു പേരിൽ താൻ ഇത്രയും നാൾ ജീവിച്ചെങ്കിലും അവസാന നിമിഷം തന്റെ ഓർമ്മകൾ തിരികെ വന്ന ആ സാഹചര്യത്തിൽ സച്ചിയേട്ടനെയും കുടുംബത്തെയും തിരിച്ചറിഞ്ഞ ആ അവസ്ഥയിൽ ഇനിയെങ്കിലും സച്ചിയേട്ടന് ഒരു ആപത്തും ഉണ്ടാകാതെ അവന്തിക തങ്ങളുടെ ജീവിതത്തിൽ ഒരു കരുനീടലായി ഉണ്ടാവരുതെന്ന ഒരേ ഒരു ചിന്താഗതിയിൽ അർച്ചന ഇത്രയും നാളും തന്റെ സച്ചിയേട്ടനെ തിരിച്ചറിഞ്ഞില്ല എന്ന ധാരണയിൽ നാടകം അഭിനയിച്ചങ്ങനെ മുന്നോട്ട് നീങ്ങുകയായിരുന്നു. എന്നാൽ ഇന്നത്തോടെ അതിന് തിരശ്ശീല വീഴുകയാണെന്ന് അർച്ചന ഉറപ്പിച്ചു. അങ്ങനെ സച്ചിക്കും കുടുംബത്തിനും അനുകൂലമായി വിധി പ്രഖ്യാപിച്ച് കോടതി പിരിയുന്ന സാഹചര്യത്തിൽ അവിടെ സച്ചിയുടെ തൊട്ടു പിന്നിൽ ആ ബെഞ്ചിലിരുന്ന് കണ്ണുനീർ പൊഴിച്ചിരിക്കുന്ന ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് സച്ചി ഒന്ന് നോക്കി. ആ ഈറനണിഞ്ഞ കണ്ണുകളിൽ നിന്ന് സച്ചിക്ക് വ്യക്തമായി മനസ്സിലായി അത് തന്റെ അർച്ചനയുടെ കണ്ണുകളാണ് എന്ന്. സംശയത്തോടെയാണെങ്കിൽ പോലും സച്ചി അർച്ചനയുടെ ആ മുഖത്ത് വീണ് കിടക്കുന്ന പർദ്ദ ഒന്ന് ഉയർത്തി നോക്കിയപ്പോൾ അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരുന്ന തന്നെ ഇത്രനാളും സ്നേഹിച്ച, തന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന തന്റെ കുടുംബത്തെയും തന്നെയും രക്ഷിക്കാൻ ഈ കേസിൽ വിജയം കൈവരിക്കുന്നതിന് വേണ്ടി എല്ലാ രീതിയിലുമുള്ള നീക്കങ്ങൾ നടത്തി തനിക്ക് അനുകൂലമായിട്ട് വിധി വരുന്നതിന് വേണ്ടി കാത്തിരുന്ന അർച്ചനയെ, തന്നെ സ്നേഹിക്കുന്ന അർച്ചനയെ ആ മുഖം സച്ചി തിരിച്ചറിഞ്ഞു. ഉടനെ അർച്ചന എന്ന് വിളിച്ചിട്ടും ഇത്രയും നാളും താൻ തിരിച്ചറിഞ്ഞില്ല എന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ അഭിനയിക്കേണ്ടി വന്ന അർച്ചനയ്ക്ക് ഇനി ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നും തന്റെ സച്ചിയേട്ടന്റെ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും മുന്നിൽ ഇനി തനിക്ക് നിലനിൽക്കാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞ അർച്ചന ഒടുവിൽ സച്ചിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സച്ചിയേട്ട എന്ന് വിളിച്ച് സച്ചിയുടെ നെഞ്ചിലേക്ക് ചേരുന്നു. ഈ കാഴ്ച കണ്ട് ഇത്രയും നാളും അർച്ചനയുടെയും സച്ചിയുടെയും സമാഗമത്തിനായി കാത്തിരുന്ന ആരതി മനസ്സിൽ സച്ചിയോടുള്ള സ്നേഹം ഒളിപ്പിച്ചുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും വിജയാശംസകൾ നേർന്ന് നല്ലൊരു ഭാവി ജീവിതം നേർന്ന് ആരതിയും അവിടെ നിന്ന് വിട പറയുമ്പോൾ ഗോകുലിന്റെ ജീവിതത്തിൽ ശൂന്യമായ അർച്ചനയിൽ നിന്ന് അർച്ചന മൂലം അർച്ചനയുടെ ആ തിരിച്ചുപോക്കിലൂടെ ശൂന്യമായി തീർന്ന ആ സ്ഥാനത്തേക്ക് ഗൗരിമോളുടെ അമ്മ എന്ന സ്ഥാനത്തേക്ക് ഇനി ആരെത്തിച്ചേരുമെന്നുള്ള വേദനയിലും ഒപ്പം ശശിയുടെയും അർച്ചനയുടെയും മകളാണ് ഗൗരി എന്നുള്ള തെറ്റിദ്ധാരണ നിലനിൽക്കെ അർച്ചനയും ശശിയും കൂടി ഗോകുലിന്റെ അരികിലെത്തി കുഞ്ഞിനെ തിരിച്ച് നേടുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾക്കായി ആരതിയോട് ആവശ്യപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ഗൗരിമോൾ ആരാണ് എന്ന സത്യം, ആരുടെ മകളാണെന്നും ഗൗരിമോളുടെ അച്ഛനും അമ്മയും ആരാണെന്നുള്ള സത്യം അപ്പോൾ വീണ്ടും വലിയൊരു പ്രശ്നമായി നിലനിൽക്കുന്നു.